ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ VPHU ഹോം. ഇന്ന് നല്ല ഒരു മീൻ പൊള്ളിച്ചത് കഴിക്കാം. വാഴയിലല്ലാതെ തവയിൽ നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റോട് കൂടിയ ഒരു മീൻ പൊള്ളിച്ചതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ റെസിപ്പി. തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും ഷെയറും ചെയ്ത് കമൻറ്റും ചെയ്ത് എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. മീൻ പൊള്ളിക്കാനായിട്ട് ഞാൻ 1 കിലോ ചെമ്പല്ലിയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ 2 മീൻ നമുക്കിപ്പോൾ പൊള്ളിക്കാനായിട്ട് എടുക്കാം. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഒന്ന് എടുത്തിട്ട് വരാം. മീൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഇതുപോലെ നമ്മൾ സാധാരണ വറക്കുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വരയിട്ട് കൊടുക്കണം. ചെമ്പല്ലി, കരിമീൻ, നെമ്മീൻ, ശേരി, ആവോലി ഇവയൊക്കെ നമുക്ക് ഇതുപോലെ പൊള്ളിച്ചെടുക്കാനായിട്ട് ഉപയോഗിക്കാവുന്ന മീനുകളാണ്. മീനൊന്ന് മാഗ്നേറ്റ് ചെയ്യാനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും ഗരം മസാലപ്പൊടി ഒരു 1/2 ടീസ്പൂണും കുരുമുളക് പൊടിച്ചത് ഒരു 3/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടേസ്റ്റിന് ആവശ്യമായിട്ട് കുറച്ച് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. കാശ്മീരി മുളക് പൊടിക്ക് വരെ സാധാ മുളക് പൊടിയാണെങ്കിൽ ഒരു 3/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും. 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്ത് 1 ടീസ്പൂൺ നാരങ്ങാനീര് കൂടി ചേർത്ത് കൊടുത്ത് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം അധികം ഒഴിച്ചു കൊടുക്കല്, കുറച്ച് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം മതിയാവും. അങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ നല്ലൊരു മസാല റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് മീനിലൊന്ന് തേച്ച് പുരട്ടി കൊടുക്കാം. നമ്മൾ ആ വരഞ്ഞ ഭാഗങ്ങളിലും വയറിൻ്റെ തലയുടെയൊക്കെ ഭാഗങ്ങളിലൊക്കെ നല്ലതുപോലെ ഒന്ന് തേച്ച് പുരട്ടി കൊടുക്കുക. ഇതൊരു അരമണിക്കൂർ ഒന്ന് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി മാഗ്നേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമുക്ക് അരമണിക്കൂറാണ് വെക്കുന്നതെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതിയാവും. അരമണിക്കൂർ കൂടുതൽ വെക്കുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രീസറിൽ വെക്കണ്ട, ഫ്രിഡ്ജിൽ വെക്കുക. ശേഷം നല്ലതുപോലെ മാഗ്നേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. 2 മീനും ഞാനിപ്പോൾ നല്ലതുപോലെ മസാലയൊക്കെ പുരട്ടി റെഡിയാക്കി ഒരു അരമണിക്കൂർ മാഗ്നേറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് വരാം. മാഗ്നേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള മീൻ നമുക്കിനിയും ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പാനൊന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള മീനൂടെ ഇട്ട് കൊടുക്കാം. ശേഷം 2 സൈഡും ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. തീ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു പരുവത്തിൽ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. നമ്മളിതുപോലെ തിരിച്ചിടുമ്പോൾ മീനൊന്നും ഒടിഞ്ഞു പോകരുത്, അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ നമുക്ക് മീൻ റെഡിയാക്കി വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതേ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെണ്ണ ഇല്ലെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ശേഷം 1 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി നീളത്തിലരിഞ്ഞതും ഒരു 5 മുതൽ 7 വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും ചേർത്ത് കൊടുത്ത് ഒരു 12 മുതൽ 15 സെക്കൻഡ് സമയം തീ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. 2 പച്ചമുളക് നീളത്തിൽ കീറിയതും 3 സവാള സ്ലൈസായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വേണമെങ്കിലും ചെറുതായിട്ട് അരിഞ്ഞ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശേഷം സവാളയിലേക്ക് ടേസ്റ്റിന് ആവശ്യമായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. സവാള ഒരു ഗോൾഡൻ കളറായി കിട്ടുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കണം. വെളിച്ചെണ്ണയിലാണ് ഈ കറി തയ്യാറാക്കുന്നത്. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. വെളിച്ചെണ്ണയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് കിട്ടും. സവാള നല്ലതുപോലെ വഴറ്റി കിട്ടിയിട്ടുണ്ട്. തീ ഒരു ലോ ഫ്ലെയിമിലേക്ക് വെച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒരു 1.5 ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിച്ചത് ഒരു 1/2 ടീസ്പൂണും പെരിഞ്ജീരകം പൊടിച്ചത് ഒരു 1/2 ടീസ്പൂണും ഗരം മസാലപ്പൊടി ഒരു 1/2 ടീസ്പൂണും ചേർത്ത് കൊടുക്കുക. ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. കാശ്മീരി മുളക് പൊടിക്ക് വരും സാധാ മുളക് പൊടിയാണെങ്കിൽ ഒരു 3/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ടീസ്പൂൺ അല്ല, നിങ്ങൾ ടേബിൾ സ്പൂണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉപയോഗിക്കുക. ശേഷം പൊടികളുടെ പച്ച ടേസ്റ്റൊക്കെ മാറുന്നിടം വരെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു മീഡിയം വലിപ്പമുള്ള തക്കാളി സ്ലൈസായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം തക്കാളി നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക. ഒന്ന് സോഫ്റ്റായി കിട്ടുന്നിടം വരെ ഒരടുപ്പ് വെച്ച് അടച്ച് ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇപ്പോൾ തക്കാളി നല്ലതുപോലെ വെന്ത് ഒന്ന് സോഫ്റ്റായി ഒന്ന് ഉടച്ചു കൊടുക്കണം. തക്കാളി വലിയ പീസായിട്ട് എടുക്കുകയാണെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുത്ത് സോഫ്റ്റാക്കി കിട്ടിയിട്ടുണ്ട്. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. മല്ലിയില ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. തേങ്ങയുടെ 2ാം പാൽ ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 1/2 കപ്പ് ചെറു ചൂടുവെള്ളത്തിൽ ഒരു 1.5 ടേബിൾ സ്പൂണോളം തേങ്ങാപ്പാൽ പൊടി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലൊരു മസാല ഇപ്പോൾ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള മീൻ അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. ശേഷം ഈ മസാല സൈഡിലുള്ള ഈ മസാലയൊക്കെ മീനിൻ്റെ മുകളിലൂടെ വരുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. ഇപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മസാല ഉണ്ടാക്കിയതിന് ശേഷം പകുതി മസാല എടുത്ത് മാറ്റിയൊരു പാത്രത്തിൽ വെച്ചതിന് ശേഷം ബാക്കിയുള്ള മസാലയിൽ മീൻ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളെടുത്ത് മാറ്റിയ മസാല
ഇതുപോലെ മീനിൻ്റെ മുകളിൽ ഒന്ന് ഫില്ല് ചെയ്ത് ഇപ്പം ഞാൻ കാണിക്കുന്ന രീതിയിൽ ഇങ്ങനെ ഫില്ല് ചെയ്തെടുക്കുക. ശേഷം 2 മുതൽ 3 മിനിറ്റ് സമയം തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. മസാലയൊക്കെ ഒന്ന് മീനിലൊന്ന് പിടിച്ച് കിട്ടാനും മീൻ ബാക്കി പകുതിയല്ലേ നമ്മൾ വേവിച്ചുള്ളൂ, ബാക്കി പകുതിയും കൂടെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി തീ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് മീനൊന്ന് അനക്കി കൊടുക്കണം, അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി. നല്ല വാഴയില ഇല്ലെങ്കിൽ നമുക്ക് പാനിൽ തന്നെ നല്ലൊരു മീൻ പൊള്ളിച്ച് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. പുതിയ നല്ല നല്ല വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.